കേരള പോലീസിനോട് അരി എത്രയെന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്നാകും ഉത്തരം. ചോദ്യകർത്താക്കൾ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാവുന്നവരായാലും സംസ്ഥാന പോലീസ് ചീഫായാലും ശരി, സംസ്ഥാനത്ത് ലഹരി ഗുണ്ടാ മാഫിയ അരങ്ങ് വാഴുമ്പോഴും അവരെ പിടികൂടുന്നതിനോ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനോ അവർക്ക് സമയമില്ലെന്നതാണ് പല സംഭവങ്ങളും തെളിയിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലായി വിവിധ ജില്ലകളിൽ നിരവധി കുറ്റകൃത്യങ്ങളാണ് നടന്നത്. ഇതിനു തടയിടാൻ സംസ്ഥാന പോലീസ് ചീഫ് എസ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജില്ലാ പോലീസ് മേധാവിമാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. അതിലാണ് ഇത്തരമൊരു വിചിത്ര സംഭവം അരങ്ങേറിയത്. കോഴിക്കോട് ഗുണ്ടാ മാഫിയ സംഘങ്ങളെ പിടികൂടുന്നതിനുള്ള പോലീസിന്റെ നടപടികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ വിചിത്രമായ മറുപടിയായിരുന്നു കമ്മീഷണർ നൽകിയത്. ഒരു കുട്ടിയുടെ മൂക്കിന് ശസ്ത്രക്രിയ നടത്തി പ്രശ്നമുണ്ടായെന്നായിരുന്നു കമ്മീഷണറുടെ മറുപടി. DGPക്ക് ദേഷ്യം വരുന്നത് സ്വാഭാവികം. ഇതുപോലെ തന്നെയാണ് പല സ്റ്റേഷനുകളുടെയും അവസ്ഥ. പരാതിക്കാർ തങ്ങളുടെ കേസ് എന്തായെന്ന് ചോദിച്ചറിയാനെത്തിയാൽ അന്വേഷണം നടക്കുകയാണ്, പ്രതികൾ പിടികൂടുമ്പോൾ അറിയിക്കും എന്ന സ്ഥിരം പല്ലവി തന്നെയാണ്. എന്നാൽ ചില ഉദ്യോഗസ്ഥർ ഇരകളെ കാണാൻ പോലും കൂട്ടാക്കില്ല. അന്വേഷണത്തിന് പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, അവരോട് ചോദിച്ചാൽ മതിയെന്നാകും സ്റ്റേഷൻ ഹൗസ് ഉദ്യോഗസ്ഥരോ DYSPമാരോ നൽകുന്ന മറുപടി. തങ്ങളുടെ കേസ് സംബന്ധിച്ച് ഇരകൾ സ്റ്റേഷൻ കയറി ഇറങ്ങുന്നത് മാത്രം മിച്ചം. ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നത് പലയിടത്തും ബോർഡുകളിൽ മാത്രമാണ്. ജനങ്ങൾക്ക് സേവനം നൽകാൻ നിയമിതരാകുന്ന നിയമപാലകർ തന്നെ അക്രമത്തിന് കുടപിടിക്കുന്ന സമീപനമാണ് പലയിടത്തും. പന്തീരങ്കാവിൽ നവവധുവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായ ഭർത്താവ് രാഹുലിന് കേരളം വിടാനുള്ള സൗകര്യമൊരുക്കിയത് പോലീസാണ് എന്നതാണ് പുറത്തുവരുന്ന വാർത്ത. ഇത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രം. സാധാരണക്കാരായവരാണ് ആക്രമണത്തിനിരയാകുന്നതെങ്കിൽ അവരുടെ കാര്യം പറയുകയേ വേണ്ട. ചിലപ്പോൾ വാദി പ്രതിയാകും. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുടെ പണത്തിന് മുന്നിൽ ഒത്തുതീർപ്പെന്ന ദൗത്യം പോലീസുകാർ ഏറ്റെടുക്കും. ഒത്തുതീർപ്പിന് വഴങ്ങിയില്ലെങ്കിൽ പിന്നെ പോലീസിന്റെ വിധം മാറും. ഇരകളെ ഭീഷണിപ്പെടുത്തി കള്ളക്കേസിൽ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് അവരെ കേസിൽ നിന്നും പിന്തിരിപ്പിക്കും. ഇതാണ് അവസ്ഥ. അത്തരത്തിൽ നിരവധി സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ ആരെ സമീപിക്കണമെന്ന് പോലും ആ ഇരയ്ക്കോ കുടുംബത്തിനോ അറിയാത്ത അവസ്ഥയാകും. ഈ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കിയാണ് പോലീസിന്റെ നടപടി. വൻ നഗരങ്ങളിൽ ഗുണ്ടാവേട്ട അത്ര കാര്യക്ഷമമല്ല. ഇത് മേൽത്തട്ടിലുള്ള DGPക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. ഇതിന് കുടപിടിക്കുന്നത് പോലീസുകാരാണെന്നതും അദ്ദേഹത്തിന് അറിയാം. എന്നാൽ താൻ പോലും പറഞ്ഞാൽ കേൾക്കാത്ത ഉദ്യോഗസ്ഥരാണ് ജില്ലാ പോലീസ് മേധാവി എന്നറിയുമ്പോൾ അദ്ദേഹവും നിസ്സഹായനാവും. പല ജില്ലകളിലും പോലീസ് മേധാവിമാർ ഉണ്ടെങ്കിലും അവർക്കൊന്നും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ സമയമില്ല. പലർക്കും വെറുതെ ഇരുന്ന് സമയം കളയാനേ താല്പര്യമുള്ളൂ. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിൽ ഗുണ്ടാ വിളയാട്ടം പരിധി കടന്നിരിക്കുകയാണ്. ഗുണ്ടാ സംഘങ്ങൾ ഏതൊക്കെയാണെന്നത് കൃത്യമായും പോലീസുകാർക്കറിയാം. എന്നാൽ അവരെ ഇവരാരും തൊടില്ല. ഭയമാണ് ഒരു കാര്യമെങ്കിലും തങ്ങളുടെ പല ആവശ്യങ്ങൾക്കും സഹായികളാകുന്നവരെ എങ്ങനെ അവർ അകത്താക്കും? അതിനാൽ എന്തെങ്കിലും സംഭവമുണ്ടാകുമ്പോൾ പരൽ മീനുകളെ പിടിച്ച് കൂട്ടിലാക്കും. അതോടെ എല്ലാം ശുഭം. കേരളത്തിൽ ഏറ്റവും അധികം ഗുണ്ടകൾ തമ്പടിച്ചിരിക്കുന്നത് കൊച്ചിയിലാണ്. ലഹരി കച്ചവടവും ഉപയോഗവും അവിടെ വ്യാപകമാണ്. തലസ്ഥാനത്ത് ഗുണ്ടകളുടെ നിയന്ത്രണത്തിൽ മണ്ണുമാഫിയ സജീവമാണ്. കാര്യങ്ങൾ ഗൗരവത്തിൽ കണ്ട് കർശന നടപടി സ്വീകരിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല പോലീസ് യോഗത്തിൽ DGP നൽകിയ നിർദ്ദേശം. ഇക്കാര്യങ്ങളെല്ലാം എത്ര ഉദ്യോഗസ്ഥർ കൃത്യമായി നടപ്പാക്കുമെന്നത് കണ്ടറിയണം.